ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. കണ്ണൻമോൻ എന്തിനാ അവളെ എടുത്തു നിൽക്കണത്? നാശം, ഇന്ന് തേച്ച് കുളിച്ചിട്ട് കൂടെ ഉണ്ടാകില്ല. വല്യമ്മയുടെ ചോദ്യത്തോടൊപ്പം സ്വാതി അവജ്ഞയോടെ തൻ്റെ ഇഷ്ടക്കേടും പ്രകടമാക്കി. ദയ ആകെ ചൂളിപ്പോയി. അപമാനത്താൽ ശിരസ് താഴ്ന്നു. മോനെ, നീ അവളെ വിട്. അച്ഛൻ്റെ വാക്കുകൾക്ക് അനുസരണയോടെ തലയാട്ടി കൈലാസ് ദയയെ നിലത്ത് നിർത്തി. തറയിൽ കാൽപാദം പതിഞ്ഞ നിമിഷം തന്നെ കടുത്ത വേദനയാൽ അവളുടെ ശരീരം വിറച്ചു. വീഴാനാഞ്ഞ ദയയെ കൈലാസ് ഒരു കൈയാൽ തൻ്റെ ദേഹത്തോട് ചേർത്തു. അറിയോ ഓക്കെ? എന്താ? അവൾ അത്രയേറെ നിഷ്കളങ്കമായി ചോദിച്ചു. കണ്ണേട്ടൻ ഇത് ആരോടാ ഇംഗ്ലീഷ് പറയണേ? 7ാം ക്ലാസ് വരെ പഠിച്ച ഈ പൊട്ടിയോടോ? ചോദ്യത്തോടെ സ്വാതി ഉച്ചത്തിൽ ചിരിച്ചു. കൂടെ സിദ്ധുവും സാവിത്രിയും രവീന്ദ്രനും ചേർന്നപ്പോൾ അതൊരു കൂട്ടച്ചിരിയായി മാറി. ദയയിൽ സങ്കടമേറി. ചുണ്ടുകൾ വിതുമ്പി. പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് തന്നെയും സ്വാതിയെയും തിരികെ കൊണ്ടുവരാൻ വരാറ് വല്യമ്മാമയായിരുന്നു. സ്വാതിയെ നിർബന്ധിച്ച് പിൻസീറ്റിൽ കയറ്റിയിരുത്തും, തന്നെ മുമ്പിലും. ആ കൈകളും വിരലുകളും യൂണിഫോം പാവാടയ്ക്കുള്ളിലൂടെ തൻ്റെ തുടയിലൂടെ അരിച്ചു നീങ്ങും. എത്ര തട്ടിമാറ്റിയാലും അയാൾ അവസരത്തിനൊത്ത് ആ പ്രവൃത്തി വീണ്ടും വീണ്ടും തുടരും. ഒടുക്കം നോവോടെയാണെങ്കിലും ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആരും എതിർത്തില്ല, കാരണം അന്വേഷിച്ചില്ല. തൻ്റെ തീരുമാനത്തെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. അല്ലെങ്കിലും എല്ലാവരുടെയും ആവശ്യവും അതുതന്നെയായിരുന്നല്ലോ. ഈ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഒതുക്കി ഒടുങ്ങുന്നവളാകണം ദയ. ഇതിന് മാത്രം ചിരിക്കാനിപ്പോൾ ഇവിടെ എന്താ നടന്നത്? ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് അത്ര വലിയ കുറവാണോ? ഒരു പെൺശബ്ദം അവർക്കിടയിൽ ഉയർന്നു കേട്ട നിമിഷം എല്ലാവരുടെയും കൂട്ടച്ചിരി നിലച്ചു. ദയയ്ക്ക് അതിയായ അത്ഭുതം തോന്നി. ആദ്യമായി ഒരാൾ തന്നെ അനുകൂലിച്ച് തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നു. അവൾ തല ഉയർത്തി ആ ശബ്ദത്തിനുടമയെ തേടി. മുന്നിൽ സുന്ദരിയായൊരു പെൺകുട്ടി. ചുമലപ്പം വെട്ടിയിരിക്കുന്ന നേർത്ത ചെമ്പൻ മുടിയിഴകൾ ചെവിക്കരികിലേക്ക് മാടി ഒതുക്കി അവൾ ദയയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. എന്നാൽ ദയയുടെ മുഖത്തൊരു ഭാവവും വിരിഞ്ഞില്ല. നീ എവിടെയായിരുന്നു ഗോപു? കൈലാസിൻ്റെ ചോദ്യത്തിന് അവനെ നോക്കി കണ്ണുറുക്കി അവൾ ഓടിച്ചെന്ന് പ്രഭാകരവർമ്മയെ കെട്ടിപ്പുണർന്നു. അയാൾ തൻ്റെ വിറപൂണ്ട കൈകളാൽ അവളുടെ നെറുകയിൽ അരുമയായി തലോടി. ഞാൻ കരുതി നിനക്കെന്നെ അറിവില്ലായിരിക്കുമെന്ന്. അത് കൊള്ളാം. നമ്മൾ ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കാറുള്ളതല്ലേ മുത്തശ്ശ? ആ ഒരു ബന്ധം മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ 4-5 മാസം ഇവിടെ തന്നെയല്ലേ? മുത്തശ്ശനിലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി അയച്ചവൾ അദ്ദേഹത്തിൽ നിന്നും അടർന്നു മാറി. ഗോപു, ശരണെവിടെ? മുറ്റത്തെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഭംഗി നോക്കി നിൽപ്പുണ്ട്. കൈലാസിൻ്റെ ചോദ്യത്തിനവൾ അലസമായി മറുപടി നൽകി. തൊട്ടടുത്ത നിമിഷം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. സ്വാതിയുടെയും സിദ്ധാർത്ഥിൻ്റെയും കണ്ണുകൾ ആശ്ചര്യത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും വിരിഞ്ഞു. ശരൺ സായന്ത്? സിദ്ധാർത്ഥിൻ്റെ നാവുകൾ തൻ്റെ പേരുരുവിട്ടപ്പോൾ ശരൺ അവനെ നോക്കി ഹൃദ്യമായി മന്ദഹസിച്ചു. യെസ്. ഓ മൈ ഗോഡ്! സ്വാതിക്ക് തൻ്റെ സന്തോഷം അടക്കാനായില്ല. അവൾ അത്യുത്സാഹത്തോടെ അയാൾക്കരികിലേക്ക് ഓടിയെടുത്തു. ഞാൻ നിങ്ങളുടെ സോങ്സ് ഒക്കെ കേൾക്കാറുണ്ട്. ആൻഡ് ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. ട്രിവാൻഡ്രത്ത് ഈ അടുത്ത് നിങ്ങളുടെ ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്, ഞാനും ഏട്ടനും വന്നിരുന്നു കാണാൻ. അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. അത്ര വലിയ ക്രൗഡല്ലായിരുന്നോ? ആൻഡ് വി മിസ്ഡ് മിസ്റ്റർ ശ്രീറാം സായന്ത് ആൻഡ് അഞ്ജലി രാജ്. അവളുടെ കണ്ണുകളിൽ നിരാശ നിഴലിച്ചു. അവരൊരു സോങ് റെക്കോർഡിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഉദയനും കുടുംബവും വരുന്നുണ്ടെന്ന്? ഉവ്, പക്ഷേ ഈ കുട്ടി മാത്രം. ഉദയൻ അവിടെ ഓഫീസിൽ പെട്ടെന്ന് എന്തോ അത്യാവശ്യം വന്നു. ബിസിനസ്സല്ലേ, പെട്ടെന്ന് ഇങ്ങിട്ടെറിഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. ഇത് അവൻ്റെ ഇളയ മകനാണ് ശരൺ. വലിയ ഗായകനാണ്. ഇവനെ ഞങ്ങൾ ഇങ്ങ് കൂടെ കൂട്ടി. ശരൺ വിനയത്തോടെ എല്ലാവരെയും നോക്കി മൃദുലമായി പുഞ്ചിരിച്ചു. ഉദയൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങെത്തും. അയാൾക്കിവിടെ കേരളത്തിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് കുറച്ച് ഭൂമി നോക്കണം. നമ്മുടെ കാവിൻ്റെ മുകളിലുള്ള സ്ഥലമില്ലേ അച്ഛാ? അതിപ്പോൾ ആരുടെയാ? അത് രവീന്ദ്രൻ എടുത്തില്ലേ? പ്രഭാകരവർമ്മ തൻ്റെ പേരുച്ചരിച്ചതും രവീന്ദ്രൻ ദയയിലുള്ള തൻ്റെ കണ്ണുകൾ പറിച്ചെടുത്ത് ശേഖരനിലേക്ക് മിഴികളൂന്നി. അത് അളിയൻ വാങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് എൻ്റെ തറവാട് വിറ്റ കുറച്ച് കാശ് കയ്യിലായപ്പം ഞാൻ... അയാൾ ഒരു കൈയാൽ തലയ്ക്ക് പിൻഭാഗം ഒഴിഞ്ഞ് മടിയോടെ പറഞ്ഞു നിർത്തി. ആ വസ്തു വിൽക്കാൻ താല്പര്യമുണ്ടോ സാർ?
ശരൺ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അത്യാവശ്യം നല്ല വില കിട്ടിയാൽ കൊടുക്കും. ചർച്ചകൾ നീണ്ടുപോയി. ദയ അപ്പോഴും മറ്റേതോ ലോകത്തിലെന്ന പോലെ കൈലാസിനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയായിരുന്നു. അയാളുടെ ഒരു കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധയത്രയും മുറുകിയ വസ്തു ചർച്ചകളിലേക്കായിരുന്നു. ഡി അസത്തെ, പോയി ചായക്ക് വെള്ളം വെക്കിടി. ഒരവസരം കിട്ടിയപ്പോൾ അവളങ്ങ് ഞെളിഞ്ഞ് സ്വപ്നം കണ്ട് നിൽക്കുക മൂദേവി. സാവിത്രി ആക്രോശിച്ചു. ദയ ഞെട്ടലോടെ മിഴികൾ വിടർത്തി കൈലാസിൻ്റെ കൈപ്പിടിയിൽ നിന്നും അകന്നു മാറി. സാവിത്രി, നീ എന്ത് വർത്തമാന കുട്ടിയോട് പറയണത്? അനിയത്തിയുടെ വാക്കുകൾ ശേഖറിന് രസിച്ചില്ല. അയാൾ നീരസത്തോടെ സാവിത്രിയെ നോക്കി മുഖം ചുളിച്ചു. ഏട്ടന് അറിയില്ല അവളെ. ഇങ്ങനെ പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കുന്നതേ ഇവളുടെ അടവാണ്. കയ്യിലിരിപ്പ് മഹാമോശമാ. ഇന്നലെ തന്നെ രവിയേട്ടൻ ഇവൾ ഉന്തി തള്ളിയിട്ടു. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കൃഷ്ണ. അവർ നെഞ്ചിൽ കൈവച്ച് ദൈന്യതയോടെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ദയയിലേക്ക് നീണ്ടു. അവൾ ഉത്തരമില്ലാതെ ഒരു കുറ്റവാളിയെപ്പോലെ ശിരസ് കുനിച്ചു. അല്ല, ഇങ്ങേർക്കത് കിട്ടണം. സ്വന്തം മകളേക്കാൾ സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ. പണ്ടേ ഞാൻ പറയാറുണ്ടായിരുന്നതാ ഇവൾക്കിവിടെ തന്തയുടെ സ്വഭാവമാണെന്ന്. സൗഹൃദം നടിച്ച് ഏട്ടനോടും രവിയേട്ടനോടും പറ്റിച്ചേർന്ന് നിന്നിട്ട് നമ്മുടെ അമ്മാളുവിനെ കൊണ്ട് പോയില്ലേ. എന്നിട്ടോ വയറ്റിലെ അസത്തിനെ കൊണ്ട് അവളെ പെരുവഴിയിലും ആക്കി. അതിൻ്റെ ഫലം എന്നോണം അവൻ എവിടെയോ കിടന്ന് ചത്തു തൊലഞ്ഞു. ഇവൾക്ക് ബുദ്ധി ഉറക്കാറായപ്പോഴേക്കും അമ്മാളുവിൻ്റെ ജീവനും സ്വർഗം കണ്ടു. എല്ലാം ഇവളുടെ ഈ നശിച്ചവളുടെ ജാതകദോഷം, അല്ലാണ്ടെന്താ. സാവിത്രി, മതി, നിർത്തുക. ഞാൻ മൗനം പാലിക്കുന്നെന്ന് കരുതി എന്തും പറയാമെന്നാകരുത്. പ്രഭാകരവർമ്മ താക്കീതോടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഒപ്പം മുഷിച്ചിലോടെ ശേഖരനും. ദയ ആർക്കും മുഖം നൽകാതെ തിരികെ ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലൊരു സങ്കടക്കടൽ ആർത്തിരുമ്പുന്നുണ്ടെങ്കിലും സ്വയം നിയന്ത്രിച്ചു. അതല്ലാതെ മറ്റ് നിവർത്തിയില്ല. വാക്കുകൾ കൊണ്ട് അവരെ എതിർക്കാനുള്ള കഴിവോ കരുത്തോ തന്നിലില്ല. ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അടുക്കളയിലെത്തി അടുപ്പത്ത് ചായയ്ക്കുള്ള വെള്ളം വെച്ച് പിന്തിരിഞ്ഞപ്പോൾ മുന്നിൽ ഗോപിക നിൽക്കുന്നു. അവൾക്ക് പിന്നിലായി കൈലാസും ശരണും. ദയ അമ്പരപ്പോടെ മൂവരെയും മാറി മാറി നോക്കി. ചായ ചായ ഞാൻ കൊലായിലേക്ക് കൊണ്ടുവരാം. ഓ, ഞങ്ങൾ തൻ്റെ ചായയ്ക്കൊന്നും വന്നതല്ല. ഗോപിക ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ദയയുടെ മുഖം താഴ്ന്നു. ഗോപിക പതിയെ ദയക്കരികിൽ വന്നു നിന്ന് ചൂണ്ടുവിരലാൽ അവളുടെ താടിത്തുമ്പിൽ തൊട്ട് മുഖമുയർത്തി. ഈ നെറ്റിയിൽ ഇത് എന്തു പറ്റിയതാ? വീണപ്പോ. എവിടെ വീണു? കോണിപ്പടിന്ന്. ഗോപിക മറ്റെന്തോ ചോദിക്കാൻ തുടങ്ങും മുമ്പേ സാവിത്രി അടുക്കള വാതിൽക്കലെത്തി. നിങ്ങൾ എന്തിനാ കുട്ടിയോളെ ഇങ്ങോട്ട് വന്നത്? മുറിയിലേക്ക് പൊയ്ക്കോളൂ. ചായ അവൾ മുറിയിലെത്തിച്ചോളും. ആയില്ലടി ഇതുവരെ. സാവിത്രി ദയയ്ക്ക് നേരെ ശബ്ദമുയർത്തി. ഇപ്പോൾ ആവും. അവൾ വെപ്രാളത്തിൽ സ്റ്റവിൻ്റെ റെഗുലേറ്റർ തിരിച്ച് തീ കൂട്ടി വെച്ചു. ഗോപുമോള് വേണമെങ്കിൽ സ്വാതിച്ചിച്ചിയുടെ കൂടെ കഴിഞ്ഞോളൂ. വേണ്ട, ഐ നീഡ് എ പ്രൈവറ്റ് സ്പേസ്. ഗോപിക എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു. സാവിത്രിയുടെ മുഖം വിളറി. ഗോപിക പറഞ്ഞതിൻ്റെ പൊരുൾ ദയയ്ക്ക് മനസ്സിലായില്ലെങ്കിലും വല്യമ്മയ്ക്ക് രസിക്കാത്തതെന്തോ ആണ് ആ മറുപടിയിൽ എന്നവൾക്ക് വ്യക്തമായി. എന്താടി ജന്തു കുന്തം വിഴുങ്ങിയത് മാതിരി എന്നെ നോക്കി നിൽക്കണത്? വെള്ളം തിളയ്ക്കുന്നത് കണ്ടില്ലേ? ചായപ്പൊടിയുടെ ഇനി ചത്തുപോയ നിന്റെ തന്ത വരുമോ? ഹേ? ഗോപികയോടുള്ള ദേഷ്യം അവർ വാക്കുകളിലൂടെ ദയയ്ക്ക് നേരെ ചീറ്റി. വല്യമ്മേ, ദച്ചു ഈ വീട്ടിലെ ബാലക്കാരൊന്നുമല്ല. നിങ്ങളുടെ മക്കളെപ്പോലെയും ഞങ്ങളെപ്പോലെയും ഇവിടെ അധികാരവും അവകാശമുള്ള കുട്ടിയാ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഗോപികയുടെ വാക്കുകൾക്ക് മുമ്പിൽ സാവിത്രി തരുത്തു നിന്നു. ഒപ്പം ദയയും. മുത്തശ്ശൻ പോലും ഈ രീതിയിൽ വല്യമ്മയെ എതിർത്ത് സംസാരിച്ചിട്ടില്ലെന്ന് ദയ ഓർത്തു. സാവിത്രിക്ക് തൻ്റെ മുഖമടച്ചൊരടി കിട്ടിയ പ്രതീതിയായിരുന്നു. അവർ ദയയെ നോക്കി പല്ല് കടിച്ചു. ദയയ്ക്ക് സാവിത്രിയുടെ കണ്ണുകൾ തന്നെ ഉടലോടെ ചുട്ടിരിക്കുന്നത് പോലെ തോന്നി. അവൾ ഉമിനീര് കുടിച്ചിറക്കി ഇടം കണ്ണാലെ അവരെ ഒന്ന് നോക്കി ഭീതിയോടെ പിന്തിരിഞ്ഞു നിന്നു.